ലൈംഗിക പീഡന പരാതിയിൽ രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. രാഹുൽ അവസാനം ഫ്ളാറ്റിലെത്തിയത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ഫസൽ ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും ചോദ്യം ചെയ്തു. ഇപ്പോൾ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നു. സച്ചിൻ, നാളെ അന്വേഷണ സംഘം വീണ്ടും ഫ്ളാറ്റിൽ പരിശോധനയ്ക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും 4 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് രാഹുൽ താമസിക്കുന്ന പാലക്കാട് ഫ്ളാറ്റിൽ നടന്നിട്ടുള്ളത്. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്. 1 മാസത്തോളം മാത്രമുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതൊക്കെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്നാൽ പോലും കൃത്യമായ രീതിയിൽ പ്രാഥമികമായ പരിശോധനകളാണ് നടക്കുന്നത് എന്ന കാര്യമാണ് പാലക്കാട് ASP രാജേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം രാഹുലിൻ്റെ ഫ്ളാറ്റിലെത്തിയിരുന്നു. രാവിലെയോടുകൂടിയാണ് SIT സംഘം ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധന ഫ്ളാറ്റിലെത്തി നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെ വീണ്ടും സംഘം 2 അംഗ സംഘമായിക്കൊണ്ട് ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അതിനു മുന്നോടിയായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പാലക്കാട്ടെ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ചയും യോഗമൊക്കെ ചേർന്നിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം വിപുലീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2 അംഗ സംഘമാണ് പാലക്കാട് ഇന്ന് പരിശോധനകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പാലക്കാട് നോർത്ത് പോലീസ് അതേപോലെ തന്നെ പാലക്കാട് ASP അടക്കമുള്ളവരും രാഹുലിൻ്റെ ഫ്ളാറ്റിലെത്തി SIT സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും രാഹുലിൻ്റെ 2 ജീവനക്കാർ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഫസലിനെ അടക്കം ചോദ്യം ചെയ്തു എന്ന കാര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഇനി കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും തുടരും എന്ന കാര്യവും അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും നാളെ കെയർടേക്കറിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ തേടാൻ വീണ്ടും SIT സംഘം രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് അവസാന വാരമാണ് ഈ യുവതിയെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി രാഹുൽ മങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. 2 ദിവസമാണ് ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തത് എന്നാണ് യുവതി നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാടും ശക്തമായ രീതിയിൽ പരിശോധനകൾ അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. രാഹുൽ അവസാനം ഇത്തരത്തിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് പിന്നാലെ പാലക്കാട് നിന്നും രാഹുൽ മുങ്ങിയിരുന്നു. ആ അവസാനമായി ഒളിവിൽ പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ചാണ് രാഹുൽ അവസാനമായി മുങ്ങുന്നത്. ഔദ്യോഗിക വാഹനങ്ങളടക്കം ഫ്ളാറ്റിൽ വെച്ച് മറ്റൊരു സുഹൃത്തിൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് രാഹുൽ മുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അടക്കം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം വീണ്ടും പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ പങ്കുവച്ചത്.